എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 5-ാമത്തെ സർഗത്തിലെ 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി ഏറ്റവും ഭംഗിയായിട്ടുള്ള അയോധ്യ എന്നു പേരുള്ള പുരിയെ പറ്റിയിട്ട്, നഗരത്തിനെ പറ്റിയിട്ട് വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ എന്ന് പറഞ്ഞു. അവിടെ പല പല സുന്ദരമായിട്ടുള്ള വിഷയങ്ങളും ഉണ്ട്. അതൊക്കെ വർണ്ണിച്ച് കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചു. ഇപ്പോഴും അത് തന്നെയാണ് പറയാൻ പോണത്. നമുക്ക് 13-ാമത്തെ ശ്ലോകം നോക്കാം. ദുർഗഗംഭീരപരിഖാം ദുർഗമന്യൈർദുരാസദാം വാജിവാരണ സമ്പൂർണാം ഗോഭിരുഷ്ട്രൈഃ ഖരൈസ്തഥാ. ആ ഒരു രാജ്യമെന്ന് പറയുന്നത് അവിടേക്ക് മറ്റുള്ളവർക്കൊക്കെ വെറുതെ കടന്നു ചെല്ലാനൊന്നും പറ്റില്ല. അതാണ് ദുർഗഗംഭീര പരിഖാം. ദുർഗം എന്ന് പറഞ്ഞാൽ ദുഃഖേന ഗന്ധം ശക്യമാണ് ദുർഗം അത്രേ. അങ്ങനെ പെട്ടെന്നൊന്നും ഓടി കയറി ചെല്ലാൻ പറ്റാത്ത അങ്ങനെയുള്ള കോട്ടവാതിലുകളോട് കൂടിയത്. ദുർഗ ഗംഭീര പരിഖ. പരിഖ എന്ന് പറഞ്ഞാൽ കോട്ടയും കോട്ട രണ്ട് വലിയ വാതിലുകൾ തമ്മിൽ അടച്ചിടുന്ന വലിയ കൊളുത്തിന് അല്ലെങ്കിൽ ആ സാക്ഷയൊക്കെ പറയുന്ന പേരാണ് പരിഖ എന്ന്. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള സുരക്ഷ ആ നഗരത്തിനുണ്ടായിരുന്നു. അതാണ് ഇതെന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ദുർഗ ഗംഭീര പരിഖാം. അതുപോലെ തന്നെ ദുർഗമന്യൈർ ദുരാസദാം. ദുരാസദാം അന്യൈഹി ദുർഗം. കയറി ചെല്ലാൻ പെട്ടെന്നൊന്നും വിചാരിച്ചാൽ ആരെക്കൊണ്ടും കയറി ചെല്ലാൻ പറ്റാത്തതും. ദുരാസദാം എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ആഗ്രഹത്തോട് കൂടിയിട്ട് അതിനെ നശിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല. അതാണ് ദുരാസദാം അന്യൈഹി ദുർഗം. മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ആ രാജ്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ തലസ്ഥാനത്തിനെ പറ്റിയിട്ട് ഒന്നും അറിയാതെ അവിടേക്ക് കയറി ചെല്ലാം, കടന്നു ചെല്ലാം എന്ന് വിചാരിക്കുന്നവർക്ക് ഒട്ടും സുഗമമല്ല ആ അയോധ്യയിലേക്കുള്ള വഴി. അതാണ് ദുർഗമന്യൈർ ദുരാസദാം എന്ന് പറഞ്ഞത്. മാത്രമല്ല അവിടെ നിറച്ച് എന്തൊക്കെ മൃഗങ്ങളുണ്ടായിരുന്നു. വാജി വാരണ സമ്പൂർണാം ഗോഭിരുഷ്ട്രൈഹി ഖരൈഹി തഥാ. ഇതൊക്കെ മൃഗങ്ങളുടെ പേരാണ്. വാജി എന്ന് പറഞ്ഞാൽ കുതിരകളുണ്ടായിരുന്നു. വാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ആനകളുണ്ടായിരുന്നു. വാജി സമ്പൂർണ, വാരണ സമ്പൂർണ. ആവശ്യത്തിന് ധാരാളം കുതിരകൾ, ധാരാളം ആനകൾ, ഗോഭിഹി പശുക്കൾ, കാളകൾ, കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു. ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള മൃഗങ്ങൾ. ഖര എന്ന് പറഞ്ഞാൽ കഴുത. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള മൃഗങ്ങളൊക്കെ തന്നെ, കന്നുകാലികളായാലും പാലിനായാലും അതുപോലെ തന്നെ യുദ്ധം മുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ടും ഏതൊക്കെ മൃഗങ്ങളെയായിരുന്നു അന്നത്തെ കാലത്ത് ആശ്രയിച്ചിരുന്നത് അവയൊക്കെ ആ അയോധ്യ നഗരിയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അതാണ് 13-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. 14-ാമത്തെ ശ്ലോകം നോക്കാം. സാമന്തരാജസംഘൈശ്ച ബലികർമ്മഭിരാവൃതാം നാനാദേശനിവാസൈശ്ച വണിഗ്ഭിരുപശോഭിതാം. അവിടെ അയോധ്യയിൽ കോസല രാജ്യത്തെ ആൾക്കാർ മാത്രമൊന്നും അല്ല ഉണ്ടായിരുന്നത്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? സാമന്തരാജസംഘൈഹി. സാമന്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ. പ്രധാന രാജാവാണ് അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥൻ. അല്ലെങ്കിൽ അയോധ്യ വാഴുന്ന രാജാക്കന്മാരൊക്കെ വലിയ രാജാക്കന്മാരാണ്. അവരുടെ കീഴിൽ ചെറിയ ചെറിയ രാജ്യങ്ങളും അവിടുത്തെ രാജാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് സാമന്ത രാജാക്കന്മാരെന്ന് വിളിക്കുക. അങ്ങനെ ധാരാളം രാജസംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ കോസലം എന്ന് പറയുന്ന വലിയൊരു രാജ്യത്ത് ചെറിയ ചെറിയ രാജ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ സംഘം ധാരാളമായിട്ടുണ്ടായിരുന്നതും. ബലികർമ്മഭിരാവൃതാം. അയോധ്യയിലേക്ക് അവരൊക്കെ ബലികർമ്മം എന്നുള്ളത് കൊണ്ട് ഇവിടെ നികുതി കൊടുക്കുക, അതായത് രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത്, കച്ചവടങ്ങൾ, കപ്പം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നു ചേർന്നിട്ടുള്ള ആൾക്കാർ. അതാണ് ബലികർമ്മഭിഹി ആവൃതാം. ബലികർമ്മം ചെയ്യുന്നവരാലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അയോധ്യ നഗരി. മാത്രമല്ല നാനാദേശ നിവാസയിച്ച, കോസലത്തിൽ നിന്ന് മാത്രമൊന്നുമല്ല പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്നും മഗധയോ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. അതാണ് നാനാദേശ നിവാസയിച്ച, വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ളവരും ആയ. അവരൊക്കെ എന്തിനു വരുന്നവരാണ്? വണിഗ്ഭിരുപശോഭിതാം. കച്ചവടക്കാരെ കൊണ്ട് ശോഭിക്കുന്നവളുമായ അങ്ങനെയുള്ളൊരു അയോധ്യ നഗരി ഉണ്ടായിരുന്നു. വണിക്കുകൾ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരാണ്.
പല ദിക്കുന്നും പല പല സാധനങ്ങളും കൊണ്ടുവന്ന് അതൊക്കെ കച്ചവടം ചെയ്യുക, ഇവിടെ നിന്ന് പലതും വാങ്ങിച്ചു കൊണ്ട് സ്വന്തം സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവുക. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ബണിക്കുകൾ, കച്ചവടക്കാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരും ധാരാളമായിട്ട് അയോധ്യയിലുണ്ടായിരുന്നു. ഒപ്പം അയോധ്യയുടെ ഒരു ശോഭയെ പറ്റി പറയുകയാണ് 15ാമത്തെ ശ്ലോകത്തിൽ. പ്രാസാദൈരത്നവികൃതൈ പർവ്വതൈരിവ ശോഭിതാം കൂടാകാരൈശ്ച സമ്പൂർണാമിന്ദ്രസ്യേവാമരാവതീം. രത്നവികൃതൈ പ്രാസാദൈ പർവ്വതൈ ഇവ ശോഭിതാം. രത്നങ്ങൾ പതിച്ച വലിയ വലിയ കൊട്ടാരങ്ങൾ, വലിയ വലിയ ഹർമ്മ്യങ്ങൾ, അതാണ് രത്നവികൃതൈ. നമ്മളിപ്പോൾ പറയുന്നതായ വികൃത പദത്തിന് അർത്ഥമൊന്നുമല്ല, അതിന് ഒരു വൈകല്യം എന്നോ ഒരു കാണാൻ വിരൂപമാണ് എന്നുള്ള അർത്ഥമൊന്നും അവിടെ ഇല്ല. രത്നങ്ങളെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് രത്നങ്ങൾ പതിച്ചിട്ടുള്ളത്. വികാരം എന്ന് പറഞ്ഞാൽ അതാണ്. സാധാരണ കാണുന്ന വീടുകൾ പോലെയല്ല, അതിൽ ധാരാളം രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അത് അവരുടെ അവസ്ഥയാണ്. ധനികന്മാരാണ് അവിടെ താമസിച്ചിരുന്നത്. സാമ്പത്തികമായിട്ട് നല്ലവണ്ണം മുന്നേറിയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഗൃഹങ്ങളൊക്കെയാണ് ഇതുപോലെ രത്നമൊക്കെ പതിച്ച മാളികകളൊക്കെ ഉണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞ വാക്കിനർത്ഥം. പ്രാസാദൈഹി, വലിയ വലിയ മാളികകൾ. എന്തുകൊണ്ട് മേഞ്ഞത്? രത്നവികൃതൈഹി, മേഞ്ഞത് നല്ല രത്നങ്ങൾ പതിച്ചിട്ടുള്ളതായ മേൽപ്പുറങ്ങളോ അല്ലെങ്കിൽ ഭിത്തികളോ ഒക്കെ കൂടി ചേർന്നതായ പ്രാസാദങ്ങൾ. അവയെ കണ്ടാൽ എന്തു തോന്നും? പർവ്വതൈരിവ ശോഭിതാം, രത്നം കൊണ്ട് നിർമ്മിച്ച പർവ്വതങ്ങളാണോ എന്ന് തോന്നും വിധം ശോഭിക്കുന്നവയായ. സാധാരണ പർവ്വതങ്ങളിലോ കടലിലൊക്കെയാണ് രത്നങ്ങൾ കിട്ടുക. അത് കുഴിച്ചെടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കടലിൽ പോയി മുങ്ങി തപ്പുമ്പോഴൊക്കെയാണ് രത്നം കിട്ടുക. ചില പർവ്വതങ്ങളിൽ ധാരാളമായിട്ട് രത്ന കൂമ്പാരങ്ങൾ കാണും. അതുപോലെ ഈ അയോധ്യയിലെ വലിയ വലിയ കെട്ടിടങ്ങളിൽ മുഴുവനും രത്നങ്ങൾ പതിച്ചു വച്ചിരിക്കുന്നത് കണ്ടാൽ രത്നത്തിൻ്റെ ഉദ്ഭവസ്ഥാനങ്ങളായിട്ടുള്ള പർവ്വതങ്ങളാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന അത്രയ്ക്ക് ശോഭ ആ കെട്ടിടങ്ങൾക്കുണ്ടായിരുന്നു. കെട്ടിടങ്ങൾ ഉള്ളത് കൊണ്ട് നഗരത്തിനും നല്ല ശോഭയുണ്ടായിരുന്നു. പർവ്വതൈരിവ ശോഭിതാം കൂടാകാരൈശ്ച സമ്പൂർണാം ഇന്ദ്രസ്യേവ അമരാവതീം. കൂടാകാരങ്ങളെന്ന് വെച്ചാൽ മേൽപ്പുരകളുള്ളത്, മേൽമാളികകളുള്ളത്. ഒന്നും രണ്ടും നിലയൊന്നുമല്ല, മുകളിലേക്ക് ഇങ്ങനെ ധാരാളം പണിത് ഉയർത്തിയിരിക്കുന്നതായ ധനസമ്പന്നന്മാരുടെ ഹർമ്മ്യങ്ങളോട് കൂടിയതായിരുന്നു ആ അയോധ്യ നഗരി. അതുകൊണ്ട് തന്നെ ആ അയോധ്യ നഗരി ഏതുപോലെ ശോഭിച്ചു എന്നാണ് കവി പറയണത്. ഇന്ദ്രസ്യ അമരാവതിയും ഇവ സമ്പൂർണം. ഇന്ദ്രൻ്റെ അമരാവതിയെ പോലെ, ഇന്ദ്രൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ, സ്വർഗം എന്ന് പറഞ്ഞാൽ കുറേ വിസ്തൃതമായിട്ടുള്ള സ്ഥലമാണ്. ഇന്ദ്രൻ താമസിക്കുന്ന പ്രദേശമാണ് അമരാവതി. ആ അമരാവതിയെ പോലെ ശോഭിക്കുന്നതായിരുന്നു അയോധ്യ നഗരി. ഇന്ദ്രസ്യേവ അമരാവതിയും. മാത്രമല്ല അതിങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു രൂപത്തെ പറ്റി പറയാണ് 16ാമത്തെ ശ്ലോകത്തിൽ. ചിത്രാമഷ്ടാപദാകാരാം വരനാരീഗണായുധാം സർവരത്നസമാകീർണാം വിമാനഗൃഹശോഭിതാം. ചിത്രാം അഷ്ടാപദാകാരാം. അഷ്ടാപദം എന്നുള്ളതിന് ചൂതുപടം പോലെ, ചൂതുപടം എന്നുള്ളത് കൊണ്ട് ചൂത് കളിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ചിത്രമുള്ളതായ ഒരു വസ്ത്രത്തിലെ തുണിയിലൊക്കെ വെച്ചിട്ടാണ് കളിക്കുക. അപ്പോൾ ആ തുണിയിൽ നിറയെ കളങ്ങളായിട്ട് വരച്ചിട്ടുണ്ടാവും. ഈ ചതുരംഗം കളിക്കുന്നത് പോലെയൊക്കെയുള്ള വെള്ളയും കറുപ്പും നിറത്തിലുള്ളതായ ഈ കളങ്ങളുള്ളത് പോലെ തന്നെയാണ് ചൂത് കളിക്കുമ്പോഴും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ആവണം. അപ്പോൾ അതുപോലെ നിറയെ കെട്ടിടങ്ങളുള്ളതായ ആ ഒരു നഗരം. അതുകൊണ്ടാണ് ചിത്രം ആയിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള അഷ്ടാപദാകാരം. അഷ്ടാപദങ്ങൾ, പലതരത്തിലുള്ള കണക്കിലെ കള്ളികൾ വരച്ചിട്ടുള്ളതായ അങ്ങനെയുള്ളൊരു ചിത്രം പോലെ ആ അയോധ്യ നഗരി ശോഭിച്ചു. അഷ്ടാപദാകാരം വരനാരീഗണായുധാം. മാത്രമല്ല വരനാരിമാർ, ദേവസ്ത്രീകളെ പോലെ അപ്സരസുകളെ പോലെ സുന്ദരികളായിട്ടുള്ള ശ്രേഷ്ഠ യുവതികളാൽ നിറഞ്ഞതും. വരനാരീഗണായുധാം, വരനാരീഗണങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായ ധാരാളം പെൺകുട്ടികളെ കൊണ്ട്, സ്ത്രീകളാൽ നിറഞ്ഞതായ. മാത്രമല്ല സർവരത്ന സമാകീർണാം വിമാനഗൃഹ ശോഭിതാം. മുമ്പത്തെ വരികളിലെ തന്നെ അർത്ഥം ആവർത്തിച്ചു വരികയാണ്. സർവരത്ന സമാകീർണം, ആദ്യമേ പറഞ്ഞതാണ് രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ചതായ പ്രാസാദങ്ങൾ, ഉയർന്ന കെട്ടിടങ്ങൾ, ഉയർന്ന നിലകൾ എന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഇവിടെയും എടുത്തു പറയുന്നത്. സർവരത്ന സമാകീർണം.
എവിടെ നോക്കിയാലും രത്നങ്ങൾ ധാരാളം പതിച്ചിട്ടുള്ളതായ വിമാനഗൃഹശോഭിത. വിമാനം എന്നുള്ളതിന് തട്ടുതട്ടായിട്ട് പണിത, മുകളിലേക്ക് നിലകൾ കയറ്റി ആകാശത്തേക്ക് അമ്പരചുംബികളായിട്ട് പണിതിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് പറയണ പേരാണ്, കെട്ടിടങ്ങൾക്കും വിമാനം എന്ന് പറയും. അതുപോലെ നമ്മൾ പറയാറുണ്ട് എയ്റോപ്ലെയിനിന് വിമാനം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഉയരത്തിലുള്ളതായത് കൊണ്ടാവണം. ഇവിടെ കെട്ടിടങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. നല്ല ഉയരത്തിൽ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായ ഗൃഹങ്ങളോട് അല്ലെങ്കിൽ നിലകളോട് കൂടിയതായ അങ്ങനെയുള്ളതായ അയോധ്യ. ഇനി അവിടെ നിറച്ച ഗൃഹങ്ങളുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ഗൃഹഗാഠമവിഛിദ്രാം സമഭൂമൗ നിവേശിതാം ശാലിതണ്ഡുല സമ്പൂർണാം ഇക്ഷുകാണ്ഡരസോദകാം. അവിടെ നിറച്ച് വീടുകളുണ്ടായിരുന്നു. യാതൊരു പൊട്ടും പൊളിവും ഇല്ലാത്തതായ നന്നായി ഉറപ്പിച്ച് പണിതിരിക്കുന്നതായ ഗൃഹങ്ങൾ. അതാണ് ഗൃഹഗാഠം. അതല്ലെങ്കിൽ നഗരങ്ങളിൽ അങ്ങനെയാണല്ലോ, വീടുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ വീടുകളുണ്ടാവും. പണ്ടത്തെ ഒരു നഗരമായതുകൊണ്ട് തന്നെ നന്നായി പണി കഴിപ്പിച്ച ഗൃഹങ്ങളാണ്. ഒരു ഉറപ്പ് കുറവൊന്നുമില്ല. ഭിത്തികളൊക്കെ നല്ല കനത്ത ഭിത്തികൾ, ഉറപ്പുള്ള ഭിത്തികൾ, അതിന് ഇളക്കം തട്ടാത്ത മണ്ണ്, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഗൃഹഗാഠം അവിഛിദ്രാം. വിഛിദ്രങ്ങൾ, ചെറിയ ചെറിയ വിള്ളലുകളോ പോറലുകളോ പോലും വീഴാത്തതായ വീടുകളോട് കൂടിയത്, നിറഞ്ഞ അത്രയ്ക്ക് വീടുകൾ തിങ്ങി നിറഞ്ഞതായിട്ടുള്ള ഒരു നഗരം. സമഭൂമവും നിവേശിതാം. സമഭൂമിയിൽ പണിതുയർത്തിയിരിക്കുന്നതായ ഒരു നഗരം. അവിടെ കുന്നുകളും താഴ്വരകളും വെള്ളം ഉള്ള പ്രദേശങ്ങളൊന്നും ധാരാളമില്ല, നിരന്ന ഭൂമിയാണ്. അതുകൊണ്ടാണ് സമഭൂമൗ, സമമായിട്ടുള്ള ഭൂമിയിൽ നിവേശിപ്പിക്കപ്പെട്ടതായ അങ്ങനെയുള്ള പ്രദേശം. അവിടെ ധാരാളം ഈ നഗരങ്ങൾ കെട്ടിടങ്ങൾ മാത്രമൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്ത് നോക്കിയാൽ ധാരാളം വയലുകളുണ്ട്. അതാണ് ശാലി തണ്ഡുല സമ്പൂർണം. ശാലി എന്ന് പറഞ്ഞാൽ യവം, വ്രീഹിന്നോ പലതരത്തിലുള്ള നെല്ലോ ഗോതമ്പോ ഒക്കെ പെടുത്താം. ചുവന്ന ഒരു തരം അരിക്ക് പറയുന്ന പേരാണ് ശാലി എന്നൊക്കെ പറയും. രക്തശാലി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അരിയൊക്കെ ഉണ്ട്, നെല്ലൊക്കെ ഉണ്ട്. അതുപോലെയുള്ള തണ്ടുലങ്ങൾ, അരിയുള്ളത്, പാടങ്ങൾ, അങ്ങനെ അരി, നെല്ലും ഗോതമ്പും യവവും ഒക്കെ കൃഷി ചെയ്യുന്നതായിട്ടുള്ള ധാരാളം പാടശേഖരങ്ങളോട് കൂടിയതായിട്ടുള്ള നഗരം. അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ കൃഷിയുണ്ട് താനും. അതുപോലെ ഇക്ഷുകാണ്ഡ രസോദകാം. ഇക്ഷുകാണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ കരിമ്പാണ്. കരിമ്പിൻ്റെ നീര് പോലത്തെ ഉള്ളതായ നല്ല സ്വാദുള്ള വെള്ളം, നല്ല മധുരമുള്ള വെള്ളം എന്നൊക്കെ പറയാം. കരിമ്പിൻ നീര് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നല്ല സ്വാദും നല്ല മധുരവും ഉണ്ട്. അതുപോലെ ശുദ്ധമായിട്ടുള്ള വെള്ളം, അതുകൊണ്ട് ആ വെള്ളത്തിന് ചെറിയൊരു മധുര രസം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ വെള്ളത്തോട് കൂടിയതായിരുന്നു അയോധ്യ എന്നാണ് പറയണത്. അതാണ് ഇക്ഷുകാണ്ഡം. കരിമ്പിൻ തണ്ടിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതായ നീര് പോലെ മാധുര്യം എന്ന വെള്ളത്തോട് കൂടിയത്. കുടിവെള്ളം നല്ല ശുദ്ധവുമായിരുന്നു, സ്വാദിഷ്ടവുമായിരുന്നു. അങ്ങനെയുള്ളതായ ആ നഗരം. മാത്രമല്ല ദുന്ദുഭീഭിർമൃദംഗൈശ്ച വീണാഭിഃ പണവൈസ്തഥാ നാദിതാം ഭൃശമത്യർത്ഥം പൃഥിവ്യാം താമനുത്തമാം. ഇനി വാദ്യഘോഷങ്ങളൊക്കെ എപ്പോഴും കേട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു നടന്മാർ, നർത്തകന്മാരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ ഇവിടെ പറയാണ് ധാരാളം വാദ്യഘോഷങ്ങളുടെ ശബ്ദം എപ്പോഴും കേൾക്കുമാറുള്ള അങ്ങനെയുള്ളൊരു നഗരമായിരുന്നു. അതാണ് പറയണത്. ദുന്ദുഭീഭിർമൃദംഗൈശ്ച. ദുന്ദുഭികൾ, പെരുമ്പറകൾ, മൃദംഗങ്ങൾ, വീണ, പണവം എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു വായിക്കുന്നതായിട്ടുള്ള ചില വാദ്യങ്ങളാണ്. ഇവയുടെയൊക്കെ ശബ്ദം കൊണ്ട് നാദിതാം ഭൃശം അത്യർത്ഥം നാദിതാം താം അനുത്തമാം പൃഥിവ്യാം താം അനുത്തമാം നഗരീം. അങ്ങനെയുള്ള നഗരി ഈ ഭൂമിയിൽ തന്നെ അത്രയ്ക്ക് തുല്യമായിട്ട് അനുത്തമമായ, മറ്റൊന്നിനോടും തുല്യമാക്കാൻ പറ്റാത്തതായ അത്രയ്ക്ക് ധാന്യ സമ്പന്നമായിട്ടുള്ളൊരു നഗരമായിരുന്നു അയോധ്യ. ഈ പറഞ്ഞ വാദ്യഘോഷങ്ങളൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതായ, ഭൂമിയിൽ തന്നെ വളരെ അപൂർവങ്ങളായിട്ടുള്ള സമ്പദ് സമൃദ്ധമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു അയോധ്യ എന്ന് പറയുകയാണ് ചെയ്യണത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദുർഗഗംഭീരപരിഖാം ദുർഗമന്യേർദുരാസദാം വാജിവാരണസമ്പൂർണാം ഗോഭിരുഷ്ട്രൈഖരൈസ്തഥാ സാമന്തരാജസംഘൈശ്ച ബലികർമ്മഭിരാവൃതാം നാനാദേശനിവാസൈശ്ച വണിഗ്ഭിരുപശോഭിതാം
പ്രാസാദൈരത്നവികൃതൈः പർവ്വതൈരിവ ശോഭിതാം കൂടാകാരൈശ്ച സമ്പൂർണാമിന്ദ്രസ്യേവാമരാവതീം ചിത്രാമഷ്ടാപദാകാരാംബരനാരീഗണായുധാം സർവരത്ന സമാകീർണാം വിമാനഗൃഹശോഭിതാം ഗൃഹഗാഠാമവിച്ഛിദ്രാം സമഭൂമൗ നിവേശിതാം ശാലിതണ്ഡുലസമ്പൂർണാമിക്ഷുകാണ്ഡരസോദകാം ദുന്ദുഭീഭിർമൃദംഗൈശ്ച വീണാഭിഃ പണവൈസ്തഥാ നാദിതാം ഭൃശമത്യർത്ഥം പൃഥിവ്യാം താമനുത്തമം. ഭൂമിയിൽ തന്നെ വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്നതായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അയോധ്യ. ആ അയോധ്യയിലെ രാജാക്കന്മാരെ പറ്റിയിട്ട് സൂചിപ്പിച്ചു. ഇനി ദശരഥൻ്റെ കാര്യമൊക്കെ ഈ ഒരു സർഗത്തിൻ്റെ അവസാന ഭാഗത്ത് വർണ്ണിക്കും. അത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.